യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ബ്ലോക്കായിരുന്നു. വണ്ടിക്കകത്തിരുന്ന് പഴുത്തു പോയി. അത് ഈ പെരുന്നാളിൻ്റെ തിക്കും തിരക്കും. ബാ, എന്തൊക്കെയുണ്ട് റിൻസി? വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു കേട്ടോ. അവാർഡ് കിട്ടിയ കാര്യം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഉവ്വ. അമ്മച്ചിയെ കാണുന്നില്ലേ? ആ പിന്നെ അമ്മച്ചെ കാണാം. ദേ എനിക്കധികം പോസ്റ്റ് തരില്ലേ, പെട്ടെന്ന് കൂടെ എത്തണം, അറിയാലോ. അമ്മച്ചി എങ്ങനെയുണ്ട് അമ്മച്ചി ഇപ്പോ കാലിന്? നിങ്ങളുടെ കാര്യം ഓർത്ത് കിടക്കുമായിരുന്നു. എന്താ താമസിച്ചേ? പള്ളി കയറിയോ? ഇല്ല അമ്മച്ചി. സമയം കിട്ടാഞ്ഞിട്ടാ അമ്മച്ചി. എനിക്ക് ഇന്നലെ അങ്ങ് തിരിച്ചു പോകണം. എനിക്കൊരു അവാർഡ് കിട്ടിയത് അമ്മച്ചി അറിഞ്ഞായിരുന്നോ? അതിനൊന്ന് ഡൽഹി വരെ പോണം. അപ്പൊ ആ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാൻ വേണ്ടി. മോനെ പറയുന്നേ, കല്യാണം കഴിഞ്ഞ് ആദ്യമായി പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോകാനോ? അത് പറ്റില്ല. എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി. പറ അവിടുത്തെ വിശേഷങ്ങളൊക്കെ. അമ്മച്ചി സുഖായിരിക്കുന്നു. പിള്ളേരെല്ലാം നിർബന്ധിച്ചുകൊണ്ടിരിക്കുക റിൻസാൻറ്റിയുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ്. അച്ചായൻ തിരക്കായതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. നിനക്ക് അവിടെ എങ്ങനെയുണ്ടോടി? നല്ല സുഖാൻറ്റി, ഒരു കുഴപ്പമില്ല. അമ്മച്ചി നല്ല സ്നേഹ. പിന്നെ അന്നീച്ചി, ടീന, സുരേഷ് ഗോപി ഒക്കെ ഉണ്ട്. സുരേഷ് ഗോപി അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപിച്ചേട്ടൻ്റെ മോനാ. സ്ലീവാച്ചൻ്റെ ബ്രാൻഡ് ഏതാ? ഓ അങ്ങനെ ഇന്ന ബ്രാൻഡ് ഒന്നുമില്ല, എല്ലാം അടിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒഴിക്കണ്ടോ, ഞാൻ ചവിടിയേക്കുവാ. പെരുന്നാളായിട്ട് സ്ലീവാച്ചൻ്റെ കൂടെ അടിക്കാൻ വെച്ച് വന്നായിരുന്നു, അപ്പം അത് പോയി. അത് ശരി. അപ്പൊ അടിങ്ങത്തിട്ട് എത്ര ആളായി? കൃത്യമായിട്ട് പറഞ്ഞ കെട്ട് കഴിഞ്ഞപ്പോ അങ്ങ് നിർത്തി. റിൻസി, നീ അവിടെ ചെന്ന് സ്ലീവാച്ചനാകെ അടിമുടി മാറ്റിയെടുത്തല്ലോ. കൂർക്കയും പോർക്കും ഇത് റിൻസിമോടെ സ്പെഷ്യലാ. ഡേ, നീ ഇത് അവിടെ ചെന്ന് പരീക്ഷിച്ചായിരുന്നോ ഡേ? ആ അതെന്നാന്നറിയോ, ഈ ധ്യാനമൊക്കെ ആയിരുന്നോണ്ടേ റിൻസിക്ക് സമയം കിട്ടിയില്ല. അത് കുഴപ്പമില്ല, ഇനിയെങ്കിലും പരീക്ഷിക്കാലോ. കഴിക്കാം. ആ അമ്മച്ചി, ഇന്നിനി ഇവിടെ നിന്ന് വരവ് നടക്കത്തില്ല. ഇവിടുത്തെ അമ്മച്ചി വിട്ടില്ലെന്ന്. അവിടെ അനച്ചില്ലേ? ആ ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. ശരി. അതൊക്കെ പിന്നെ ചെയ്യാം. നീ അങ്ങോട്ട് ചെല്ലേ. മോനവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ശരി അമ്മച്ചി. കിടന്നില്ലായിരുന്നു? ഇല്ല. എനിക്ക് മുറി മാറി കിടന്നിട്ടാണോന്ന് അറിയില്ല, ഉറക്കം പറ്റില്ല. കുറച്ച് വെള്ളം എടുത്തരോ? ഈ പടമൊക്കെ റിൻസി വരച്ചാലേ? അതെ. അപ്പൊ കലാകാരിയാണ്. ഈ പടം എനിക്ക് മനസ്സിലായില്ല, ഇതെല്ലാത്തിന്റെ? അത് ഞാൻ വരച്ചല്ല, പിക്കാസോൻ്റെയാ. പിക്കാസോ? പിക്കാസോ വലിയ ആർട്ടിസ്റ്റാ. എവിടുത്തായിരുന്നു? മലാക്ക, സ്പെയിൻ. ഫോറൻ പാർട്ടിയല്ലേ? എനിക്ക് കലാകാരന്മാരൊക്കെ എല്ലാം ഇഷ്ടമെന്നറിയും. പടം വരയ്ക്കുന്നവരെ, പാട്ട് പാടുന്നവരെ ഭയങ്കര കഴിവാന്ന്. ഈ ദാസേട്ടൊക്കെ എന്നെ ഒരു ഒച്ചയാല്. പിന്നെ അപ്പൊ ഇനി എന്നെ റിൻസിയുടെ ഭാവി പരിപാടി എന്നേലും പഠിക്കാൻ പോകണ്ടോ, അതോ എന്നേലും ജോലിക്ക് പോകണ്ടോ? എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ വെള്ളോട് വെച്ചേക്കാവോ?
എന്നാ പിന്നെ ഞാൻ കിടക്കട്ടെ, വെളുപ്പിനങ്ങ് പോകണല്ലേ. അപ്പോൾ ശരി, ഇനിയിപ്പോൾ വെളുപ്പിന് യാത്ര പറയാൻ പറ്റിയില്ലെങ്കിലോ? ഈ മുറിയിൽ ഭയങ്കര ചൂടാ. വാതിലോർന്ന് ഇറന്നോട്ടെ, കുറച്ച് കാറ്റ് കയറുമല്ലോ. എന്നാ ശരി. ഇച്ഛ ശരിക്കും തീരുമാനിച്ചു ഉറപ്പിച്ചോ? എന്നെ വെച്ച് നമ്മൾ പിരിയാണോ? അങ്ങനല്ലേ? അങ്ങനെയാണോ? പ്രിൻസി അല്ലേ പറഞ്ഞ എന്നെ പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, എന്നെ വീട്ടിൽ കൊണ്ടാക്കിയതെന്ന്. ഞാനന്നോട്ട് കംഫർട്ടല്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പോ ഞാൻ ഓക്കെയാണ്. ഇച്ചാനോ? വന്ന് ഞാൻ സത്യം പറയട്ടെ, എനിക്ക് പിരീഡിനെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലെന്ന്. എനിക്കെന്നെ ഇഷ്ടമാണെന്നറിയോ റിൻസിനെ. റിൻസിക്ക് വിഷമാതിരിക്കാൻ വേണ്ടിയിട്ടാ റിൻസി പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്ത്. ഇപ്പം വീട്ടിൽ കൊണ്ടാക്കിയത് പോലും റിൻസിക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ടാ. എനിക്ക് ഇതുവരെ ഞാൻ വിചാരിച്ചത് റിൻസിക്ക് എന്നെ കാണുന്ന പോലും ദേഷ്യമെന്ന. ഇതൊക്കെ ഒന്നും തുറന്നു പറയാൻ പറ്റണ്ടേ? ഇപ്പൊ ഉണ്ടല്ലോ സംഗീതം എന്നടക്കം ഇറങ്ങിയപ്പോ ഒരു സുഖല്ലേ. ഹലോ ഹലോ അല്ലേ, ഞാനെന്ന് എവിടെ കിടക്കണേ? ഞാൻ പ്രിൻസിനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. കഴിഞ്ഞ ആഴ്ച വരെ എനിക്ക് ഈ പ്രേമവും പ്രണയവും ഒക്കെ എന്നാന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവും.